2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ കിട്ടിയിരിക്കുകയാണ്. സുപ്രീം കോടതിയാണ് വിധി സ്റ്റേ ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, വധശിക്ഷ കാത്തുകിടക്കുന്നവരെ പോലും വെറുതെ വിട്ട നടപടിയായിരുന്നുവല്ലോ ബോംബെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. തെളിവുകളുടെ അഭാവമാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പിന്നെ മറ്റൊന്നത്, കുറ്റസമ്മത മൊഴി വിശ്വസനീയമല്ല എന്ന കാര്യവും ബോംബെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് സുപ്രീം കോടതിയുടെ സ്റ്റേക്ക് പിന്നിൽ? എന്താണ് സുപ്രീം കോടതി സ്റ്റേ നൽകിയപ്പോൾ പറയുന്നത്? മഞ്ജുഷ, അതായത് 2 ദിവസം മുമ്പാണ് ബോംബെ ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന വിധി ഈ ട്രെയിൻ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് വിധിച്ചത്. അതിൽ കുറ്റക്കാരായിട്ടുള്ള 12 പേർക്കെതിരായിട്ടുള്ള നടപടി അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു വിധിയായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിൽ 4 പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. 5 പേർക്ക് ജീവപര്യന്തവും 2 പേർ ശിക്ഷ വിധി കാത്തു നിൽക്കുന്നവരുമായിരുന്നു. ഇവർക്ക് എതിരെ വിധിച്ചിട്ടുള്ള ആ വിധിയായിരുന്നു, ഹൈക്കോടതിയുടെ വിധിയായിരുന്നു. അത് റദ്ദാക്കിക്കൊണ്ട് ബോംബെ ഹൈക്കോടതി സുപ്രധാന വിധി പ്രഖ്യാപിക്കുകയും അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേ വരുന്നത്. ഈ നടപടി ബോംബെ ഹൈക്കോടതിയുടെ നിലവിലെ ആ വിധി അത് സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വരുന്നു. ഒപ്പം തന്നെ നിലവിൽ ഇവരെല്ലാം തന്നെ ജയിലിലല്ല കഴിയുന്നത്, ഇവർ പുറത്താണുള്ളത്. ഇവരെ തിരികെ ജയിലിലേക്ക് അയക്കേണ്ടതില്ല, മറ്റ് നടപടിക്രമങ്ങൾ തുടരണം. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ 2015 വാഹിദ് ഷെയ്ഖ് എന്നയാൾ, അയാൾ 2ാം പ്രതിയായിരുന്നു. അയാൾ തെളിവില്ലാത്തതിനെ തുടർന്ന് അന്ന് കുറ്റവിമുക്തനാക്കിയിരുന്നു. പിന്നീടുള്ള 12 പേരായിരുന്നു നിലവിൽ ഈ കാലയളവിൽ വിചാരണ നേരിടുകയും ഒപ്പം തന്നെ ജയിലിൽ കഴിയുകയും ചെയ്തത്. 19 വർഷത്തിന് ശേഷമായിരുന്നു സുപ്രധാന വിധി ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. അതിൽ പ്രധാനമായും ഇവരെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ആ വിധി പുറപ്പെടുവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഒപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തു. ഈ കാലയളവിൽ അവർ നിരവധി യാതനകൾ അനുഭവിച്ചു, ക്രൂരതകൾ അനുഭവിച്ചു. ഇതിനൊക്കെ കൃത്യമായ തെളിവില്ലാതെ എങ്ങനെയാണ് ഇവരിലേക്ക് അന്വേഷണം എത്തിയത്, ഇവരെ അറസ്റ്റ് ചെയ്ത നടപടിയിലേക്ക് എത്തിയതെന്ന ചില ചോദ്യങ്ങൾ ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ വിധി റദ്ദാക്കിക്കൊണ്ട് ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഒരു സുപ്രധാന വിധി ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്ത് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ അപ്പീൽ പോവുകയായിരുന്നു. ഈ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഒരു നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 12 പേരെയും നിലവിൽ ജയിലിലേക്ക് അയക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ ഇനി മുന്നോട്ട് പോകും. കൃത്യമായ അന്വേഷണം നടത്തി കൃത്യമായ തെളിവുകൾ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിനും നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സുപ്രധാന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ബോംബെ ഹൈക്കോടതിയാണ് മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 2006 നടന്നതാണ് പ്രതികളെ വെറുതെ വിട്ടത്. അതിൽ വധശിക്ഷ കാത്തുകിടന്നവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വിധിക്ക് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്.